ജംഗ്ഷൻ ഏത് ഫ്ലൈറ്റിനാണ് പോകുന്നതെന്ന് അറിയത്തില്ല. സമയത്തിന് ചെന്നില്ലെങ്കിൽ അവനെ കാണാൻ പറ്റത്തില്ലെന്നെല്ലാം മനസ്സിലാക്കിയിട്ട് യുൻസു വീട്ടിലേക്ക് തിരിച്ചെത്തി കാറിലിരുന്ന് കരയും. അപ്പൊ ആരോ കാറിന്റെ വിൻഡോയിൽ തട്ടും. അവൾ നോക്കുമ്പോൾ അത് ജംഗ്ഷൻ ആയിരിക്കും. ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ലെന്ന് ഞാൻ പേടിച്ചു പോയി എന്ന് അവൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ജംഗ്ഷൻ അവളെ കിസ് ചെയ്യും. അവര് അവന്റെ വീട്ടിലേക്ക് പോകും. അന്നത്തെ ദിവസം അവർ ഒന്നിച്ചാണ് സ്പെൻഡ് ചെയ്യുന്നത്. പാരീസിലേക്ക് പോയപ്പോ യുൻസുവിനെ വല്ലാതെ മിസ് ചെയ്തിരുന്നെന്നും അവരൊന്നിച്ച് യാത്ര പോയ ആ ട്രെയിൻ ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ യുൻസുവിന്റെ അടുത്ത് ജംഗ്ഷൻ ഷെയർ ചെയ്യും. അവനെ അന്വേഷിച്ച് പാരീസിൽ പോയ കാര്യം അവൾ അന്നേരമാണ് അവനോട് പറയുന്നത്. റെസ്റ്റോറന്റ് തുറക്കാൻ വരുന്ന ബൂജൂൺ കാണുന്നത് ഒന്നിച്ചിറങ്ങി വരുന്ന ജംഗ്ഷനെയും യുൻസുവിനെയാണ്. അവൻ അന്തം വിട്ട് ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കും. എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലാവും. യുൻസു ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നിട്ടില്ല, എവിടെയാണെന്ന് അറിയാവോ, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്യുങ് ജംഗുവിന് മെസ്സേജ് അയക്കും. അവൻ പേടിച്ച് ക്യുങ്ങിന്റെ അടുത്തേക്ക് വരും. എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കും. അന്നേരം അവർ നോക്കുന്നുണ്ടേ യുൻസു ചിരിച്ചോണ്ട് അങ്ങോട്ടേക്ക് കയറി വരുവാണ്. എവിടെയായിരുന്നു ഇന്നലെ, എന്താ വീട്ടിലേക്ക് വരാഞ്ഞത്, വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, ഞാൻ പേടിച്ചു പോയെന്നൊക്കെ ക്യുങ് പറയും. സംശയത്തോടെ യുൻസുവിനെ നോക്കിയിട്ട് ജംഗു ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകും. ജംഗു ചെല്ലുന്നത് ഗുഡ് സൂപ്പിലേക്കാണ്. അവിടെ ജംഗ്ഷൻ നിൽക്കുന്നത് കാണും. അവനൊന്നും മിണ്ടാതെ പോകുമ്പോൾ ജംഗ്ഷൻ പുറകെ ചെല്ലും. എന്തുകൊണ്ടാണ് ഹോങ്കോങ്ങിലേക്ക് പോകാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ പോകാൻ പറ്റിയില്ല എന്നാണ് ജംഗ്ഷൻ പറയുന്നത്. ജംഗുവിന് കാര്യം മനസ്സിലാവും. ജംഗ്ഷൻ ഹോങ്കോങ്ങിൽ എത്തിയില്ല എന്നറിയുമ്പോൾ ഷെഫ്സോങ് അവനെ കാണാനായിട്ട് വരും. അവന്റെ കാരണം കേൾക്കുമ്പോൾ അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കരിയറിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അത് വേണ്ടാന്ന് വെക്കുകയാണോ എന്ന് അയാൾ ചോദിക്കും. ആ പെൺകുട്ടിയെ എനിക്ക് നഷ്ടപ്പെടാൻ പറ്റത്തില്ല, ഒരിക്കലും എനിക്ക് അവളെ നഷ്ടപ്പെട്ടതാണെന്നാണ് ജംഗ്ഷൻ പറയുന്നത്. ഷെഫ്സോങ്ങിന് ദേഷ്യമൊന്നുമില്ല. അവർ നല്ല രീതിക്കാണ് അവിടുന്ന് പിരിയുന്നത്. കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഞാൻ ജംഗുവിനെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന് ക്യുങ് പറയും. അത് കേൾക്കുമ്പോൾ യുൻസുവിന് ഒരു കുറ്റബോധം തോന്നും. അവള് ജംഗുവിനെ വിളിച്ചു നോക്കും, പക്ഷെ അവൻ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല. സർജറിയുടെ സ്കാറൊന്നും പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ജംഗു അമ്മയ്ക്ക് ഒരു ഹാറ്റ് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തയക്കും. അമ്മയ്ക്ക് ജംഗുവിനെയാണ് കൂടുതൽ ഇഷ്ടം. യുൻസു ജംഗുവിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ടേ യുൻസു ആണ് ആ ഡിസിഷൻ എടുക്കേണ്ടതെന്ന് അമ്മയെ അച്ഛൻ ഓർമ്മിപ്പിക്കും. യുൻസുവും ജംഗ്ഷനും കൂടി ഒരു നൈറ്റ് ഡേറ്റിന് പോകും. യുൻസുവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഹോങ്കോങ്ങിലേക്ക് പോകുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തു എന്ന് ജംഗ്ഷൻ അവളോട് പറയും. വീട്ടിൽ തിരിച്ചു വരുന്ന ജംഗ്ഷന്റെ അമ്മ കാണുന്നത് ഡാനിയൽ എഴുതി വെച്ച ഒരു ബ്രേക്കപ്പ് നോട്ടാണ്. നേരിട്ട് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഇയാളെ പേടിയാണ്, അതുകൊണ്ടാണ് നേരിട്ട് പറയാത്തത്. ഞാൻ ബ്രേക്കപ്പ് ആവുന്നതിന് റീസൺ ഇയാള് എന്നോട് പൈസ ചോദിച്ചതാണെന്ന് അയാൾ എഴുതിയിട്ടുണ്ട്. ശരിക്കും അയാൾ അമ്മയ്ക്ക് പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ജംഗു കൂടുതൽ സമയം ഓഫീസിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓവർ ടൈം വർക്ക് ചെയ്യും. എക്സോസ്റ്റഡ് ആവുകയാണെങ്കിലും അവൻ ഓഫീസിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. കാസ്റ്റിംഗിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ ജൂഹ ക്യുങ്ങിനെയും യുൻസുനെയും കാണാനായിട്ട് വരും. പക്ഷെ ആക്ടേഴ്സിന്റെ കാര്യത്തിൽ അവർ തമ്മിൽ തർക്കമാണ്. യുൻസുനെ കാണുമ്പോൾ എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടോ എന്ന് അവൻ ചോദിക്കും. അവർ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചു എന്ന് ക്യുങ് അവനോട് പറയും. നിങ്ങൾ ബ്രേക്കപ്പ് ആയത് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടിട്ടാവുമല്ലോ, ആ റീസൺ സോൾവ് ചെയ്തില്ലെങ്കിൽ ഈ റിലേഷൻ വീണ്ടും ബ്രേക്കപ്പ് ആവും, അത് നല്ല രീതിക്ക് മുന്നോട്ട് പോകത്തില്ല. എന്റെ അനുഭവം അങ്ങനെയായിരുന്നു എന്ന് ജൂഹ അവരോട് പറയും. ജംഗുവിന്റെ ഓഫീസിലേക്ക് വരുമ്പോൾ അവൻ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് ജൂഹ കാണുന്നത്. എന്തുകൊണ്ടാണ് യുൻസു എന്റേതാകുമെന്ന് ഞാൻ വിചാരിച്ചതെന്ന് ജൂഹയെടുത്ത് അവൻ ചോദിക്കും. ഇയാളുടെ റിലേഷൻഷിപ്പും ബിസിനസ് പോലെയാണ് കൈകാര്യം ചെയ്തത്. കറക്റ്റ് ടൈമിംഗ് എപ്പോഴാണെന്ന് നോക്കിയിരുന്നതാണ് ജംഗുവിന് പറ്റിയ തെറ്റ്. ആദ്യം കണ്ടപ്പോൾ തന്നെ ജംഗ്ഷൻ യുൻസുവിനെ ഡേറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. യുൻസുവിനെ കണ്ടപ്പോൾ തന്നെ ജംഗുവും അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ വേറൊരു രീതിക്ക് ആയേനെ എന്ന് ജൂഹ അവനോട് പറയും. യുൻസുവിനെ കൂട്ടി ജൂഹ അവന്റെ ഓഫീസിലേക്ക് ആദ്യമായിട്ട് വന്ന ദിവസം ജംഗു അന്നേരം ഓർക്കും. അവളാണെങ്കിൽ അവന്റെ ജോബ് ഓഫർ സ്വീകരിക്കുന്നുമില്ല, അവനെ കൈ കൊടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ അന്നേരം പുറകെ ചെന്നിട്ട് ഇയാള് റൂഡായിട്ടാണ് എന്നോട് പെരുമാറിയതെന്ന് പറയും. ഇയാൾ എന്തിനാണ് എന്നോട് ഇൻഫോർമലായിട്ട് സംസാരിക്കുന്നതെന്നാണ് അന്നേരം അവൾ തിരിച്ചു ചോദിക്കുന്നത്. ആദ്യം ഇയാളാണ് എന്നോട് അങ്ങനെ സംസാരിക്കുകയും റൂഡായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്തതെന്ന് ജംഗു അവളോട് പറയും. ഇന്ന് എനിക്കൊരു മോശം ദിവസമായിരുന്നു, അതുകൊണ്ടായിരിക്കാം, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ സോറി പറയും. പെട്ടെന്ന് തന്നെ അവളുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്ത് അതിന് അപ്പോളജൈസ് ചെയ്യാൻ അവൾ കാണിച്ച മനസ്സ് ജംഗുവിന് അന്നേ ഇഷ്ടപ്പെടുന്നുണ്ട്. ആക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞ ഡയറക്ടർ മിന്നും ഹോങ്ങയും തമ്മിൽ തർക്കമാണ്. ഹോങ്ങ പറയുന്ന ആക്ടേഴ്സ് എല്ലാം ഹൈ ഡിമാൻഡുള്ള ആക്ടേഴ്സ് ആണ്, അവർക്കൊന്നും സമയമില്ല എന്ന് പറയുമ്പോൾ അവരെല്ലാം ഏറ്റവും ബെസ്റ്റ് ഡ്രാമയിൽ അഭിനയിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ബെസ്റ്റ് ഡ്രാമ എന്റേതാണെന്നുള്ള രീതിയിൽ ഹോങ്ങ പറയും. ജംഗുവായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് അവന്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ എല്ലാ അപ്പോയിന്റ്മെന്റ്സും ക്യാൻസൽ ചെയ്ത് അവൻ വീട്ടിലേക്ക് പോയി എന്ന് റിസപ്ഷനിസ്റ്റ് അവളോട് പറയും. ആ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് കാർ എടുക്കാൻ നോക്കുമ്പോൾ അവളുടെ കാറ് വേറൊരു കാറിൽ കൊണ്ടിടിക്കും. സൂചകം ബൂജുകൊണ്ടും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവനൊരു കോൾ വരും. ഹോങ്ങയ്ക്ക് ആക്സിഡന്റ് ആയെന്നാണ് അവൻ കേൾക്കുന്നത്. അന്നേരം തന്നെ പാനിക് ആയിട്ട് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് സൂചകന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. പേടിച്ച് ചെല്ലുന്ന ബൂജുൺ കാണുന്നത് ഒരു കുഴപ്പമില്ലായിരിക്കുന്ന ഹോങ്ങയാണ്. എനിക്ക് ആക്സിഡന്റ് ആയെന്നേ പറഞ്ഞുള്ളൂ, എനിക്ക് പരിക്ക് പറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഹോങ്ങ ചോദിക്കും.
അത് കേൾക്കുമ്പോൾ ബൂജുവിന് ദേഷ്യം വരും. ഒരിക്കൽ പോലും ഇയാൾ എന്നെ സിൻസിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ലല്ലേ, കുറച്ചു പോലും എന്നോട് ആത്മാർത്ഥത കാണിക്കത്തില്ലല്ലേ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് അവൻ അവിടുന്ന് പോകും. എനിക്ക് ഇയാൾ ഫുഡ് പോലെയായിരുന്നു, എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ അത് ഇയാളുടെ ഒരു ശീലമായി മാറിപ്പോയത് കൊണ്ടാണ്. പണ്ടാണെങ്കിൽ എന്നെ ഇയാൾ എത്ര മോശമായിട്ട് ട്രീറ്റ് ചെയ്താലും ഇയാളുടെ പ്രസൻസിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എനിക്കും തിരിച്ച് സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും എന്റെ ഫീലിങ്സ് റിട്ടേൺ ചെയ്യാനായിട്ട് ഇയാൾക്ക് തോന്നലുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യത്തിലാണ് ബൂജുവിൻ അവിടുന്ന് പോകുന്നത്. അവന് നല്ലതുപോലെ വിഷമായിട്ടുണ്ടെന്ന് ഹോങ്ക്ക് മനസ്സിലായി. ജംഗുവിന് ഒട്ടും വയ്യ, അവന് നല്ല പനിയാണ്, അതുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് വന്നത്. പക്ഷെ അവന് പുറകെ പുറകെ ഫോൺ കോൾസ് വന്നുകൊണ്ടേയിരിക്കും. അവൻ അതെല്ലാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. ജിൻസും ജംഗ്സണും കൂടി ഇരിക്കുമ്പോൾ ജംഗ്സന്റെ അമ്മയുടെ കോള് വരും. അമ്മയാണ് വിളിക്കുന്നത്. എടുക്കണ്ടെന്ന് പറയുവാണെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല എന്ന് ജിൻസു പറയുമ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തോളാനാണ് അവൻ പറയുന്നത്. എനിക്ക് ഒരു ഫ്രണ്ടിനെയാണ് ഇപ്പൊ ആവശ്യം, വരാൻ പറ്റുമോ എന്ന് അമ്മ അവളോട് ചോദിക്കും. അവൾ വരാമെന്ന് സമ്മതിക്കും. നമ്മൾ എന്തൊരു കാര്യം അമ്മയ്ക്ക് അറിയത്തില്ല, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിക്കാണ് എന്നെ വിളിച്ചതെന്ന് ജിൻസു പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് പരസ്പരം സംസാരിക്കുന്നതെന്ന് ജംഗ്സൺ ചോദിക്കും. ഞാൻ ഫാമിലി അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയായിട്ട് പാസ്റ്റ് ഹിസ്റ്ററി ഒന്നുമില്ല, പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, അതുകൊണ്ടാണെന്ന് ജിൻസു അവനോട് പറയും. ഞാനും ജംഗ്സന്റെ അമ്മയും തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതുവരെ അത് നല്ലതാണ് എന്നുള്ള രീതിക്ക് ജിൻസു പറയുമ്പോൾ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാണാമെന്ന് ജംഗ്സൺ കളിയായിട്ട് അവളോട് പറയും. ഹോങ്ക നോക്കി വെച്ചിരുന്ന ഒരു ആക്ട്രസിന് യുൻസുവിന്റെ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹോങ്ക അങ്ങോട്ടേക്ക് വരും. ഇത് ശരിയല്ലെന്നുള്ള രീതിക്ക് അവൾ സംസാരിക്കുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഏജൻസി ആയിരിക്കും സ്ക്രിപ്റ്റ് കൊടുത്തതെന്ന് യുൻസു അവളോട് പറയും. അപ്പൊ അവള് ജംഗുവിന്റെ കാര്യം ചോദിക്കും. ഇയാൾക്ക് ജംഗുവിനോട് കുറച്ചു പോലും സിമ്പതി തോന്നുന്നില്ലേ? ജംഗു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ട് എല്ലാ അപ്പോയിന്റ്മെന്റ്സും ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി. എങ്ങനെയുണ്ടെന്ന് പോലും ഒന്ന് അന്വേഷിക്കാനുള്ള മനസ്സ് പോലും തനിക്കില്ലേന്നൊക്കെ അവള് യുൻസുവിന്റെ അടുത്ത് ചോദിക്കും. യുൻസു ജംഗുവിനെ വിളിച്ചു നോക്കും. അവൾ എന്നിട്ട് അവന്റെ വീട്ടിലേക്ക് ചെല്ലും. വയ്യാതിരുന്നിട്ടും ജംഗുവാണ് യുൻസുവിന് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. പണ്ട് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഇവിടെ നല്ല സമയം സ്പെൻഡ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മകളിൽ നിന്നും ഉണ്ടായിരുന്നത്. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ കടക്കാരൊക്കെ വരാനായിട്ട് തുടങ്ങി. ഇവിടെ ഫുൾ റെഡ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അതെന്റെ ഹാപ്പി മെമ്മറി ആയിട്ട് കൂടെ ഉള്ളതെന്ന് ജംഗു ചോദിക്കുമ്പോൾ ഇയാളുടെ ഫാമിലിയുടെ കൂടെ ഇയാൾ ഹാപ്പി ആയിരുന്നു, അതുകൊണ്ടാണെന്ന് യുൻസു അവനോട് പറയും. യുൻസു പ്ലേറ്റ് ഒക്കെ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ജംഗു ചെന്ന് ഹഗ് ചെയ്യും. അവളൊന്നും മിണ്ടാതെ നിൽക്കും. ജംഗു ഉണരും. അവൻ കരയുന്നുണ്ടായിരുന്നു. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടിട്ടാണ് അവൻ ഉണരുന്നത്. അത്രയും നേരം കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. യുൻസു ആണ് അവനെ വിളിക്കുന്നത്. രണ്ടുപേരും മീറ്റ് ചെയ്യും. ജംഗു അവളുടെ ടൈപ്പ് അല്ലായിരുന്നു എന്ന് യുൻസു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് കള്ളമായിരുന്നു. ജംഗ്സനെ വീണ്ടും കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ റിലേഷൻ വേറൊരു രീതിക്ക് ആകുമായിരുന്നു എന്ന് അവൾ തുറന്ന് സമ്മതിക്കും. രണ്ടുപേരുടെയും മനസ്സിൽ കൂടി ഒരുപാട് ഓർമ്മകൾ കടന്നുപോകും. വീട്ടിലെത്തി കഴിയുമ്പോൾ യുൻസുവിനെ പറ്റിയും ജംഗ്സനെ പറ്റിയും ജംഗു ആലോചിക്കും. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് രണ്ടുപേരെയും അവൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നതെന്നും അവൻ ഓർക്കും. സങ്കടത്തോടെ അവൻ കരയും. ഒരു ഫുഡ് ബ്ലോഗർ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരും. കഴിച്ചു കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കാതെയാണ് അവർ പോകുന്നത്. എൻ്റെ അടുത്ത കോളം ഗുഡ് സൂപ്പിനെ പറ്റിയായിരിക്കും എന്നും അവർ പറയും. നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് തോന്നുന്നു. ഞാനും ഡാനിയലുമായിട്ട് ബ്രേക്കപ്പ് ആയി. ഡാനിയലിൻ്റെ അടുത്ത് ഞാൻ പോക്കറ്റ് മണി ചോദിച്ചു എന്നാണ് റീസൺ ആയിട്ട് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇതുവരെ പോക്കറ്റ് മണി തന്നിട്ടില്ല എന്നൊക്കെ ജെൻസന്റെ അമ്മ യുൻസുവിൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. അവർ വീണ്ടും ഒന്നിച്ച കാര്യം യുൻസു അവരോട് പറയും. അവൻ ഹോങ്കോങ്ങിലേക്ക് പോയിട്ടില്ല എന്ന് അവള് പറയുമ്പോഴാണ് ജെൻസന്റെ അമ്മ അറിയുന്നത്. എന്തുകൊണ്ടാണ് ഹോങ്കോങ്ങിലേക്ക് പോകാതിരുന്ന കാര്യം എന്നെ അറിയിക്കാതിരുന്നതെന്ന് അമ്മ വന്നിട്ട് ജെൻസന്റെ അടുത്ത് ചോദിക്കും. ആ വക ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാറില്ലല്ലോ എന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. എങ്കിലും അമ്മയ്ക്ക് സങ്കടമാവും. ഡാനിയലുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന് അമ്മ അവനോട് പറയും. യുൻസു കാരണമാണ് പോകാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് അവൻ സമ്മതിക്കും. എത്ര നന്നായിട്ടാണ് നീ യുൻസുവിനെ സ്നേഹിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ എന്താണ് അങ്ങനെ ഒരാളെ കണ്ടുമുട്ടാത്തത്. ഞാൻ ഡേറ്റ് ചെയ്ത എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. എന്നിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കരയും. ഞാൻ ഇന്നിവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് അമ്മ അകത്തേക്ക് പോകും. അമ്മ വീട്ടിലുള്ളത് കൊണ്ട് ജംഗ്സൺ യുൻസുവിന്റെ അടുത്തേക്ക് വരും. ക്യുങ് ഉറങ്ങിയിട്ടുണ്ടാവും. അവളെ ഉണർത്താതിരിക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് ഉണ്ടാക്കാതെയാണ് അവരകത്തേക്ക് വരുന്നത്. പക്ഷെ അന്നേരം അവൻ അമ്മയുടെ കോള് വരും. എന്തോ പ്രശ്നം ഉണ്ടെന്ന് ജംഗ്സന് മനസ്സിലാവും. അവൻ അന്നേരം തന്നെ വീട്ടിലേക്ക് വരും. ഉറക്കം വരാത്തത് കൊണ്ട് സ്ലീപ്പിംഗ് പിൽസ് കൂടുതൽ കഴിച്ചതാണ് അതിന്റെ പ്രശ്നമായിരുന്നു. അമ്മ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവൻ അറിയത്തില്ല. അവൻ അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കും. എന്നെ കുറിച്ച് എന്തെങ്കിലും നല്ല ഓർമ്മകൾ ഉണ്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ചെറുതായിരുന്നപ്പോൾ അമ്മയെക്കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എന്ന് അവൻ സമ്മതിക്കും. എങ്ങനെയെങ്കിലും അമ്മയെ സന്തോഷിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് അതിന് പറ്റത്തില്ലല്ലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. സൂജൻ ബൂജുവിനെ കാണണമെന്ന് പറയും.
നമ്മളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഒരു തീരുമാനം എടുക്കാനുള്ള സമയമായി എന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റ് ചെയ്യല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഹോങ്ങയുള്ളപ്പോൾ നമ്മളുടെ റിലേഷൻ നല്ലതുപോലെ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സൂചക് പറയുന്നുണ്ടേ അവൻ അപ്പോളജൈസ് ചെയ്യും. ഞാൻ നല്ലതുപോലെ ട്രൈ ചെയ്യാം എന്നാണ് അവൻ പറയുന്നത്. അത് തന്നെയാണ് പ്രശ്നം. ഇയാൾ ട്രൈ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ കാര്യങ്ങൾ നാച്ചുറലായിട്ട് സംഭവിക്കണം, അല്ലാതെ നമ്മൾ ശ്രമിച്ചത് കൊണ്ടല്ല ഒന്നും നന്നായിട്ട് മുന്നോട്ട് പോകേണ്ടതെന്ന് സൂചക് പറയും. ഇയാള് ഹോങ്ങയെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ കോള് വന്നപ്പോൾ ഇയാൾ എത്രമാത്രം വിഷമിച്ചു എന്ന് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഹോങ്ങയായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതുപോലെ പോകട്ടെ എന്നാണ് സൂചക് പറയുന്നത്. അവൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വുജുണിന് മനസ്സിലാവും. അവൾക്ക് ഗുഡ് സൂപ്പിൽ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യമെന്നും അവനറിയാം. ഗുഡ് സൂപ്പിൽ തന്നെ ഇയാള് കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ അവിടെ ഉള്ളത് ഏതെങ്കിലും രീതിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. മാറിപ്പോകുന്നെങ്കിൽ അത് ഞാൻ പൊക്കോളാം എന്ന് വുജുൺ പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് സൂചക് സജസ്റ്റ് ചെയ്യും. വുജുണും ഹാപ്പിയാവും. ജംഗു ജംഗ്ഷനെ കാണാനായിട്ട് വരും. എനിക്കൊരു കടം തീർക്കാനുണ്ട്, ഒരു കാര്യവും പറയാനുണ്ട്. ആദ്യം അടി വേണോ കാര്യം കേൾക്കണോ എന്ന് ചോദിക്കും. ആദ്യം കാര്യം പറയൂ, അടി കിട്ടാതിരിക്കാൻ ഞാൻ ശ്രമിക്കാമെന്ന് ജംഗ്ഷൻ തിരിച്ചു മറുപടി പറയും. പണ്ടത്തെ പോലെ സംസാരിക്കാൻ രണ്ടുപേർക്കും പറ്റുന്നുണ്ട്.